ദുഃഖങ്ങൾ തന്നവരോട് ക്ഷമിക്കാം, ദുഃഖത്തിൻ്റെ കാരണങ്ങൾ മറക്കാം. പക്ഷേ ദുഃഖത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ മറക്കരുത്. എത്തിച്ചേരാൻ കഴിയാതെ തോറ്റുപോകുമെന്ന് ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞാലും എത്തുമെന്നുറപ്പിച്ച് ചില ദൂരങ്ങളിലേക്ക് തളരാതെ നടന്നുപോയി ലക്ഷ്യത്തിലെത്തി തിരിഞ്ഞുനിന്ന് ലോകത്തെ നോക്കി പുഞ്ചിരിച്ചവരുടെ വാശിയുടെ പേരാണ് ആത്മവിശ്വാസം. പ്രതികാരത്തിനായി സമയം പാഴാക്കരുത്. നിങ്ങളെ വേദനിപ്പിക്കുന്ന ആളുകൾ ഒടുവിൽ സ്വന്തം കർമ്മത്തെ അഭിമുഖീകരിക്കും. തെറ്റുകൾ നമുക്ക് തിരുത്തിക്കൊടുക്കാം, പക്ഷേ തെറ്റിദ്ധാരണ നമുക്ക് തിരുത്താൻ കഴിഞ്ഞെന്നു വരില്ല. ഏതൊരു ബന്ധത്തെയും ആഴം കൂട്ടുന്നത് സംസാരത്തിലൂടെയാണ്. സംസാരം കുറയുമ്പോൾ ബന്ധങ്ങളും അകന്നു തുടങ്ങുന്നു. സ്വയം വിശ്വസിക്കുക. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതാണ് നിങ്ങളുടെ സൗന്ദര്യം. താരതമ്യങ്ങൾ നിർത്തി നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കൂ. കാരണം നിങ്ങളുടെ ശബ്ദം നിങ്ങൾ തന്നെയാണ്. നിങ്ങളാണ് നിങ്ങളുടെ ഹീറോ. ചിലരുടെ മനസ്സിൽ നമുക്ക് വലിയ സ്ഥാനമാണുള്ളതെന്ന് അവർ പറയുമെങ്കിലും അങ്ങനെയൊന്നുമില്ലെന്ന് അവരുടെ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് തിരിച്ചറിയാനാകും. നമ്മളെ മനസ്സിലാക്കാത്തവരോട് വാക്കുകൾ കൊണ്ട് പൊരുതുന്നതിനേക്കാൾ നിശബ്ദമായി കടന്നു പോകുന്നതാണ് നല്ലത്. വീണ്ടും വീണ്ടും സംസാരിക്കാൻ ശ്രമിച്ച് കോപത്തിന് ആഴം കൂട്ടാമെന്നല്ലാതെ നമ്മൾ പറയുന്നതൊന്നും ആർക്കും മനസ്സിലാകണമെന്നില്ല. സ്ത്രീയെ മനസ്സിലാക്കരുത്, സ്നേഹിക്കുക. പുരുഷനെ സ്നേഹിക്കരുത്, മനസ്സിലാക്കുക. ഇത് വെറുതെ പറയുന്നതല്ല. കാരണം ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ വേഗത്തിൽ ഒരു പുരുഷനും കഴിയില്ല. ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ മറ്റൊരു സ്ത്രീക്ക് മാത്രമേ കഴിയൂ. അതാണ് അവർ പരസ്പരം അസൂയപ്പെടുന്നത്. ഇത് ഒരു മനഃശാസ്ത്ര സത്യമാണ്. പുരുഷനെ നല്ലതുപോലെ മനസ്സിലാക്കാൻ വേഗത്തിൽ കഴിയും. മനസ്സിലാക്കാതെ സ്നേഹിച്ചാൽ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ സമയമെടുക്കും. അതുകൊണ്ടാണ് മനസ്സിലാക്കാതെ സ്നേഹിക്കരുത് എന്ന് പറയുന്നത്. ദുഃഖങ്ങൾ തന്നവരോട് ക്ഷമിക്കാം, ദുഃഖത്തിൻ്റെ കാരണങ്ങൾ മറക്കാം. പക്ഷേ ദുഃഖത്തിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ഒരിക്കലും മറക്കരുത്. എത്തിച്ചേരാൻ കഴിയാതെ തോറ്റുപോകുമെന്ന് ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞാലും എത്തുമെന്നുറപ്പിച്ച് ചില ദൂരങ്ങളിലേക്ക് തളരാതെ നടന്നുപോയി ലക്ഷ്യത്തിലെത്തി തിരിഞ്ഞുനിന്ന് ലോകത്തെ നോക്കി പുഞ്ചിരിച്ചവരുടെ വാശിയുടെ പേരാണ് ആത്മവിശ്വാസം. തെറ്റുകൾ നമുക്ക് തിരുത്തിക്കൊടുക്കാം, പക്ഷേ തെറ്റിദ്ധാരണ നമുക്ക് തിരുത്താൻ കഴിഞ്ഞെന്നു വരില്ല. പ്രതികാരത്തിനായി സമയം പാഴാക്കരുത്. നിങ്ങളെ വേദനിപ്പിക്കുന്ന ആളുകൾ ഒടുവിൽ സ്വന്തം കർമ്മത്തെ അഭിമുഖീകരിക്കും.